Meet the editors. മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇന്ന് ഇപ്പോൾ മാർപ്പാപ്പയെ സ്മരിക്കുകയാണ് നമ്മൾ. ഉണ്ണിബാലകൃഷ്ണൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു മനുഷ്യസ്നേഹി, ഒരു ദൈവിക വഴിയിലൂടെ നടന്ന ഒരു മനുഷ്യൻ എന്നതിലപ്പുറം എത്രത്തോളം ഈ നാടുമായി ബന്ധപ്പെട്ട ജനങ്ങളോട് സംവദിച്ചിരുന്നു, സാധാരണ ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, അദ്ദേഹം ഓരോ വിഷയങ്ങളിൽ എടുത്തിരുന്ന നിലപാട് എല്ലാം വ്യത്യസ്തമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് വിലയിരുത്തുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുക? നമ്മൾ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇപ്പോൾ അനുസ്മരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ലോകത്ത് വിവിധ മതങ്ങളുണ്ടെങ്കിലും ക്രിസ്തു മതത്തിൽ മാത്രമാണ് ഏക പുരോഹിതനുള്ളത്, ഒറ്റ പുരോഹിതനുള്ളത്. ഇപ്പം ഹിന്ദു മതത്തിൽ ഒട്ടേറെ സന്യാസിവര്യന്മാരുണ്ട്, മതമേധാവികളുണ്ട്. ഇസ്ലാം മതത്തിലും അത്തരത്തിൽ സന്യാസിവര്യന്മാരും മതമേധാവികളുമുണ്ട്. എന്നാൽ ക്രിസ്തു മതത്തിൽ ഏക പുരോഹിതനാണ്, പോപ്പാണ് പ്രധാനി. ആ പോപ്പിൽ കേന്ദ്രീകരിച്ചാണ് ഒരു മതം നിൽക്കുന്നത്. ആ മതത്തിൻ്റെ അനുയായികളുടെ അംഗസംഖ്യ എത്രയാണെന്നറിയാവോ? 200 കോടിയിലധികമാണ്. ഇന്ന് ലോക ജനസംഖ്യ 800 കോടിയാണ്. അതിൽ 4/1 ആളുകളുടെ പുരോഹിതനാണ്, ആത്മീയ നേതാവാണ് പോപ്പ് എന്ന് പറയുന്ന പദവി വഹിക്കുന്നയാൾ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ലോകത്തെ സ്വാധീനിക്കും, ഒരു സംശയവും വേണ്ട. അത് ഈ പറയുന്ന രാഷ്ട്രഭേദമന്യെയാണ് ആ സ്വാധീനം ഉണ്ടാവുക. ഈ 200 കോടി ജനങ്ങൾ ഉറ്റുനോക്കുന്ന ആ മഹത്തായ വ്യക്തിത്വം, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ തന്നെ ഈ ലോകത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. അത് ഈ ലോകത്തെ സ്വാധീനിക്കും, വേണമെങ്കിൽ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നൊരു ശക്തിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ ആ പദവിയിലിരിക്കുന്ന മനുഷ്യർ ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പയെ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. ഈ മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം റവല്യൂഷണറി ആയിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്, അല്ലേ? വിപ്ലവകാരിയായ ഒരു പരിഷ്കർത്താവായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. എല്ലാ മനുഷ്യസ്നേഹികളും യഥാർത്ഥത്തിൽ വിപ്ലവകാരികളായിരിക്കും. കാരണം മനുഷ്യസ്നേഹമുള്ള ആളുകൾക്ക് ഈ ലോകത്തെ അതിൻ്റെ സ്വാഭാവികഗതിയിൽ വിട്ടുകളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെ അടിച്ചമർത്തപ്പെടുന്നവർ, ലോകത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, ലോകത്ത് ദുരിതം അനുഭവിക്കപ്പെടുന്നവർ, അവരെക്കുറിച്ചൊക്കെ വലിയ കൺസേൺ ഉള്ള ആളുകളെയാണ് മനുഷ്യസ്നേഹികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യസ്നേഹികൾ ചില പരിഷ്കരണങ്ങൾക്ക് മുൻകൈയെടുക്കും. ഇപ്പോൾ ഈ മാർപ്പാപ്പയെ സംബന്ധിച്ച് നോക്കൂ, ലോകത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മാർപ്പാപ്പ ആത്മകഥ എഴുതിയിട്ടുള്ളത്. അത് ഈ മാർപ്പാപ്പ മാത്രമാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമാണ്. ആ ആത്മകഥ വളരെ മനോഹരമായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു റവല്യൂഷണറിയായി മാറിത്തീർന്നത്? ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം അദ്ദേഹം ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രായം 3 വയസ്സാണ്. 3 വയസ്സിൽ ഒരു പക്ഷേ ആ ലോകമഹായുദ്ധത്തെ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ആ മഹായുദ്ധം അദ്ദേഹത്തിൻ്റെ അമ്മയിൽ സൃഷ്ടിച്ച സ്വാധീനം, വേവലാതികൾ, ആശങ്കകൾ, അത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ വലിയ സ്വാധീനിച്ചിരുന്നു. അവസാനത്തെ പാപ്പയുടെ സന്ദേശം എന്താ? ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തെ പിന്നീട് നയിച്ചിട്ടുള്ളത് എന്ന് കാണാം. അതേപോലെ തന്നെ ഈ കുടിയേറ്റക്കാരോടുള്ള അനുഭാവപൂർണ്ണമായ സമീപനം, അദ്ദേഹം ഒരു കുടിയേറ്റക്കാരനാണ്, അല്ലേ? ഇറ്റലിയിൽ ഫാസിസത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഓടിപ്പോകുന്ന എങ്ങോട്ടേക്കാണ്? ലാറ്റിൻ അമേരിക്കയിലേക്കാണ്, അർജൻറ്റീനയിലേക്കാണ്. അപ്പം അദ്ദേഹം തന്നെ ഒരു കുടിയേറ്റക്കാരനാണ്. സ്വാഭാവികമായും ആ കുടിയേറ്റക്കാരുടെ മനോവിഷമങ്ങൾ അദ്ദേഹത്തിന് നന്നായി ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹം കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. പാപ്പ ആദ്യമായിട്ട് പിന്നെ ആ പദവി ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ ആദ്യത്തെ സന്ദർശനം എങ്ങോട്ടേക്കാണ്? മെഡിറ്ററേനിയൻ കടലിൻ്റെ, അതായത് തെക്കൻ ഇറ്റലിയിലുള്ള മെഡിറ്ററേനിയൻ കടലിലെ ഒരു ദ്വീപിലേക്കാണ്. അവിടെ ഈ നോർത്ത് ആഫ്രിക്കയിൽ നിന്ന്, വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് ധാരാളമായി റെഫ്യൂജീസ്, അഭയാർത്ഥികൾ, ഇമിഗ്രൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ പോപ്പായിട്ടുള്ള ആദ്യത്തെ യാത്ര തിരഞ്ഞെടുക്കുന്നത്. അവിടുന്ന് തന്നെ ഒരു സൂചന, ഒരു സന്ദേശം ലോകത്തിന് നൽകുകയാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളമുള്ള ഓരോ അനുഭവങ്ങളും അദ്ദേഹത്തെ ഒരു പ്രത്യേകതരം ആദർശത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷത എന്താ? അതും ഈ റവല്യൂഷൻ്റെ ഒരു ഭൂഖണ്ഡമാണ്, അല്ലേ? ഈ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്ന അർജൻറ്റീന എന്ന് പറഞ്ഞ സ്ഥലം വേറൊരാളാൽ കൂടി പ്രശസ്തമാണ്. ആരാണ്? ചെഗുവരയുടെ നാടാണ് ഈ പറയുന്ന അർജൻറ്റീന എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു വിഭാഗം കളിയാക്കി വിളിക്കുന്നത് എന്താണെന്നറിയാമോ? വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്നാണ്. വത്തിക്കാനിലെ കമ്മ്യൂണിസ്റ്റ് എന്നാണ്. 2015 അത് ഫിഡൽ കാസ്ട്രോയെ പോയി കാണുന്നുണ്ട്. ക്യൂബയിൽ പോയിട്ട് ഫിഡൽ കാസ്ട്രോയെ അങ്ങോട്ട് പോയി കാണുകയാണ്. അപ്പോൾ കാസ്ട്രോയുമായിട്ട് സംസാരിക്കുന്നു, എന്നിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പിൽക്കാലത്ത് ചില അഭിമുഖങ്ങളിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്നുവല്ലോ എന്ന്. അപ്പോൾ തിരിച്ച് മാർപ്പാപ്പ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഈ കമ്മ്യൂണിസ്റ്റുകാർ ശരിയല്ല, അവർ നമ്മളുടെയൊക്കെ മൂല്യങ്ങൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മറുപടി പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, നമ്മുടെ പതാക വരെ കമ്മ്യൂണിസ്റ്റുകൾ എടുത്തുകൊണ്ട് പോയി എന്നാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റായിട്ട് ചിത്രീകരിക്കുമല്ലോ. എന്ന്
മാത്രവുമല്ല ഈ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ കാസ്ട്രോ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, അതെ, എന്നെ വിശ്വാസിയാകാൻ പ്രേരിപ്പിക്കുന്നു. അത് റൗൾ കാസ്ട്രോ. അതായത് പിൽക്കാലത്ത് റൗൾ കാസ്ട്രോ വത്തിക്കാനിൽ വന്ന് പാപ്പയെ കാണുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇദ്ദേഹവുമായിട്ട് കൂടുതൽ സംസാരിച്ച് പോയാൽ ഞാൻ ഇനി പ്രാർത്ഥിക്കാനും വിശ്വാസിയാകാനും അങ്ങനെ ആയി മാറിപ്പോകാൻ സാധ്യതയുണ്ട്, എന്നാൽ അതൊരു മോശപ്പെട്ട കാര്യമല്ല എന്നുകൂടി റൗൾ കാസ്ട്രോ പറയുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ ഈ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മറ്റു മതങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, പ്രത്യേകിച്ച് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള വിഷയങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അതൊന്നും നമുക്ക് മറന്നുപോകാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഏറ്റവും അവസാനത്തെ സന്ദേശം ആരെയാണ് കണ്ണീരണിയിക്കാത്തത്. കാരണം ഇന്നലെ ആ സന്ദേശം പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ ഇന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്ദേശം പോലും യുദ്ധങ്ങൾക്കെതിരായിട്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു മഹാമനീഷിയായിട്ടുള്ള ഒരാളെയാണ് ലോകത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി അത് മാത്രമല്ലല്ലോ, ഈ പറയുന്ന സ്വന്തം സമുദായത്തിനുള്ളിലുള്ള പരിഷ്കരണങ്ങൾ എത്രയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് പോപ്പായി തിരഞ്ഞെടുക്കുന്ന ആ കർദിനാൾ കൗൺസിലിൽ വെച്ചിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. 3 മിനിറ്റാണ് ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക. ആ 3 മിനിറ്റുള്ളിൽ കാര്യം പറയണം. അപ്പോൾ ആ 3 മിനിറ്റിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ സ്ട്രൈക്കിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? താൻ വാതുക്കൽ നിന്ന് മുട്ടി വിളിക്കുകയാണെന്നാണ് യേശു വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. താൻ വിശ്വാസികളുടെ വാതുക്കൽ വന്ന് മുട്ടി വിളിക്കുന്നു എന്നാണ് യേശു വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, തന്നെ തുറന്നുവിടാനായി യേശു നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് മുട്ടുകയാണ് എന്ന്. യേശുവിനെ നിങ്ങൾ സ്വതന്ത്രമാക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു വരി കൂടി പറയുന്നുണ്ട് കേട്ടോ, ആത്മപ്രശംസയിൽ മുഴുകിയ സഭ യേശുവിനെ അകത്തിട്ട് പൂട്ടി സൂക്ഷിക്കുകയും പുറത്തേക്ക് വിടാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ഏതാണ്? പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നടക്കുന്ന കർദിനാൾ കൗൺസിൽ യോഗത്തിൽ ഈ ഒറ്റ കാര്യം കൊണ്ട് ഈ പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടത്തില്ല. ഒരു സഭയെ അപ്പാടെ വിമർശിക്കുകയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മപ്രശംസയാണ്, നിങ്ങൾ മുഴുകിയിരിക്കുന്നത് ആത്മരതിയിലാണ്, അത് പാടില്ല. ഈ സഭ ചെയ്യേണ്ടത് യേശുവിനെ പുറത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ പറയുന്ന സഭയിൽ എപ്പോഴും പാരമ്പര്യവാദികളും നവീകരണവാദികളുമുണ്ട്, അതെല്ലാം മതത്തിനകത്തുമുണ്ട്. പക്ഷേ ഈ പോപ്പ് പറഞ്ഞിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയാവോ? ലോകത്തിൻ്റെ അജണ്ട സഭ നിശ്ചയിക്കണം എന്നൊരു കൂട്ടർ വാദിക്കുന്നു. നാളെ ഈ ലോകം എങ്ങനെ ചലിക്കണം എന്നുള്ളത് ആ അജണ്ട തീരുമാനിക്കേണ്ടത് സഭയായിരിക്കണം എന്നാണ് പാരമ്പര്യവാദികൾ പറയുന്നത്. അവർക്ക് പറ്റും, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതുകൊണ്ടാണ് 200 കോടിയിലേറെ മനുഷ്യർ പിന്തുടരുന്നൊരു വിശ്വാസമാണ്. അപ്പോൾ അവരെ നിയന്ത്രിച്ചാൽ അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചാൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറും. അതുകൊണ്ട് ലോകത്തിൻ്റെ അജണ്ട നമ്മൾ സഭ നിശ്ചയിക്കണം എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ എന്താണെന്നറിയാവോ? അങ്ങനെയല്ല, ലോകം നമ്മുടെ അജണ്ടയെ തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ അജണ്ടയെ ലോകം തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കുക, എല്ലാ നിലപാടുകളും എന്താണ്? ഈ ഭിന്നലിംഗക്കാരുടെ പ്രശ്നം എന്തായിട്ട് നിലപാട് ലോകത്തിൻ്റെ അജണ്ടയാണ്, സഭയുടെ അജണ്ടയല്ല. ലോകത്തിൻ്റെ അജണ്ടയ്ക്കൊപ്പിച്ച് സഭയെ മാറ്റുന്നു എന്നുള്ളതാണ്. ആ ഭിന്നലിംഗക്കാർ അവരും ദൈവപുത്രരാണ്, അവർ ഈ പറയുന്ന ക്രിമിനൽസ് അല്ല, അവർ കുറ്റവാളികളല്ല എന്ന് പറയാൻ മാർപ്പാപ്പയ്ക്ക് കഴിയുന്നത്, ഫ്രാൻസിസ് പാപ്പയ്ക്ക് കഴിയുന്നത് ലോകത്തിൻ്റെ അജണ്ട, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവായ സഭയായിട്ട് നമ്മൾ മാറണം എന്ന് പറയുന്നിടത്താണ്. ആ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പിന്നീട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഡെത്ത് പെനാൽറ്റി ഉണ്ടല്ലോ, ഡെത്ത് പെനാൽറ്റിക്കെതിരായിരുന്നു. അങ്ങനെ കൊല്ലാൻ പാടില്ല ആളുകളെ, വധശിക്ഷ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ്. ഗർഭഛിദ്രത്തിനെതിരായിട്ട്, അല്ലേ, ഗർഭഛിദ്രം എന്ന് പറയുന്നത് വളരെ ഒരു പാപമാണ് എന്ന് പറയുന്ന സഭയാണുള്ളത്. അതിനെതിരായിട്ട് നിലപാട് എടുത്തിട്ടുള്ള ആളാണ്. നോക്കൂ, ഫെമിനിസ്റ്റാണ്. ഫെമിനിസത്തെക്കുറിച്ച് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റാണ് അദ്ദേഹം. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ പുരുഷനേക്കാൾ ഒരുപടി മുന്നിലായിട്ടുള്ള പദവി ഉണ്ടാകണം എന്നും പറഞ്ഞിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ നോക്കൂ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മാർപ്പാപ്പമാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് സമുദായത്തെ നവീകരിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. ചെറിയ ഇനിഷ്യേറ്റീവ് അല്ല. എന്താ പറ്റിയെന്നറിയാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അധികാര ശ്രേണിയിലെ 3ാമത്തെ കർദിനാളിനെ ജയിലിലിട്ട ആളാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒറ്റ കാര്യം, അഴിമതി കാണിച്ചു എന്നുള്ളതാണ്. അധികാര ശ്രേണിയിലെ 3ാമത്തെ കർദിനാളിനെ പോപ്പായ അധികാരത്തിൽ വന്ന അധികം സമയം കഴിയുന്നതിന് മുമ്പ് ജയിലിലാക്കി എന്ന് മാത്രമല്ല, ഈ പാപ്പൽ ബ്യൂറോക്രസിക്ക് പറയുന്ന ക്യൂരിയ എന്നാണ്. ക്യൂരിയയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ വത്തിക്കാൻ്റെ ബാങ്ക് കൂടുതലായിട്ടും ആളുകൾ കള്ളപ്പണം വെളുപ്പിക്കുന്നവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളാണ് ഈ പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. എങ്ങനെയാണ് നോക്കൂ, ആ സ്ട്രക്ചറിനെയാണ് പിടിച്ചുലയ്ക്കുന്നത്. കാരണം ഈ ലോകത്തെ മനുഷ്യരെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം മികച്ച മാതൃകളായി മാറണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സഭയ്ക്കുള്ളിൽ നവീകരണം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കയിലെ ഒരു വലിയ വിഭാഗം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എതിരായിരുന്നു. മാത്രമല്ല, ഈ ഓപ്പൺ മാർക്കറ്റിനും ഫ്രീ മാർക്കറ്റിനും എതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ ശക്തമാണ്. അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നോക്കൂ, ലോകം സാമ്പത്തികമായി മുന്നേറിക്കഴിഞ്ഞാൽ ആ സമൃദ്ധി എല്ലാവരിലേക്കും എത്തുമെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുറന്ന കമ്പോളങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കൊക്കെ ലോകം പോകുന്നത്. പക്ഷേ ഡാറ്റ വെച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ഈ പറയുന്ന കമ്പോളമുണ്ടല്ലോ, അത് ചൂഷണത്തിൽ അധിഷ്ഠിതമായ കമ്പോളമാണ്. ആ ചൂഷണം എന്ന് പറയുന്നത് എത്ര സമൃദ്ധി ഉണ്ടാക്കിയാലും പാവപ്പെട്ടവൻ പട്ടിണിയിൽ
തന്നെയാണ്. ആ പട്ടിണി പരിഹരിക്കാൻ ഈ കമ്പോള വ്യവസ്ഥ നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിലെ വലിയൊരു വിഭാഗം എതിരായി, അമേരിക്കൻ ബിഷപ്പുമാരെതിരായി, ട്രംപും മാർപ്പാപ്പയും തമ്മിൽ മുഖാമുഖമായി ട്രംപിനെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. എന്താ കാര്യം എന്നറിയോ? മെക്സിക്കോയുടെ അതിർത്തിയിൽ ഒരു മതിലുണ്ടാക്കുമെന്ന് പറഞ്ഞു ട്രംപ്. അതായിരുന്നു വലിയ വാഗ്ദാനം. അമേരിക്കയിൽ ഇമിഗ്രൻസ് വരാതിരിക്കാൻ, കടന്നുകയറ്റക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ വരാതിരിക്കാനായിട്ട് വലിയ മതിൽ പണിയും. അങ്ങനെ മതിൽ, ഈ പറയുന്ന ഇമിഗ്രൻസിനോട്, അഭയാർത്ഥികൾക്ക് മുമ്പിൽ മതിലുകൾ കിട്ടുന്നവർ ക്രിസ്ത്യാനികളല്ല എന്ന നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ അർത്ഥത്തിലൊക്കെ ഈ മാർപ്പാപ്പയുടെ ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ 12 വർഷമായിട്ട് നമുക്ക് അദ്ദേഹത്തെ അറിയത്തുള്ളൂ. ആ 12 വർഷം അദ്ദേഹം ലോകത്തിന് നൽകിയൊരു സന്ദേശമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് 200 കോടി ജനങ്ങളെ ഒറ്റ വാക്കിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും ലോകത്തെ സ്വാധീനിക്കും. ആ ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു, ഏത് ആദർശം മുന്നോട്ട് വെച്ചു, ഏത് സന്ദേശം നൽകി എന്നുള്ളത് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഇന്ന് ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളായിക്കോട്ടെ, ഏത് മതവിശ്വാസികളായിക്കോട്ടെ, ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു അന്ത്യാഞ്ജലി ഈ മനുഷ്യൻ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലോകത്തിന് ജീവിതം കൊണ്ട് അതിമനോഹരമായ ഈ പറയുന്ന അന്യവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ കൂട്ടിച്ചേർത്ത് ഒന്നിച്ചു നിർത്താൻ അദ്ദേഹം നടത്തിയിട്ടുള്ള യത്നങ്ങളെന്ന് പറയുന്നത് ചെറുതല്ല. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്ത്രീകളോടുള്ള സമീപനം, കുട്ടികളോടുള്ള സമീപനം, തൊഴിലാളികളോടുള്ള സമീപനം, ഈ 3 വിഭാഗങ്ങളുള്ള സമീപനം. ആ സമീപനത്തിൽ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ സോഷ്യലിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. ആ വിളിയെല്ലാം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞത്, ഈ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായ മനുഷ്യർക്ക്, അടിച്ചമർത്തപ്പെട്ടവർ മനുഷ്യർക്ക്, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ലാറ്റിൻ അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? അവിടെയാണ് ലിബറേഷൻ തിയോളജി ഉണ്ടായത്, വിമോചന ദൈവശാസ്ത്രം ഉണ്ടായത് അവിടെയാണ്. ആ വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് സഭ നിലകൊള്ളേണ്ടത് എന്ന നിലപാടെടുത്തിട്ടുള്ള പ്രീസ്റ്റുമാരുടെ, വൈദികരുടെ പിന്നെ ധാരയാണ് നമ്മൾ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്നത്, വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ആ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ആശയങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം. വിമോചന ദൈവശാസ്ത്രക്കാരെ എന്താണ് സഭ വിളിച്ചത്? ഔദ്യോഗിക സഭ വിളിച്ചത് എന്താണെന്നറിയാവോ? മാർക്സിസ്റ്റുകൾ എന്നാണ്. മാർക്സിസ്റ്റുകൾ സഭയിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നാണ്. അപ്പോഴാണ് പാപ്പ പറയുന്നത്, ശരി, ഞാൻ ഈ സഞ്ചരിക്കുന്ന വഴി നന്മയുടെ വഴിയാണ് എങ്കിൽ ആ നന്മയുടെ വഴിയെ നിങ്ങൾ കമ്മ്യൂണിസമാണ് അത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞ ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മനുഷ്യജീവിതത്തോട് ഈ ലോക ജനത കടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷം അദ്ദേഹം ഒരു എന്താ പറയുക, സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി നമുക്കിടയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ നമ്മളെല്ലാവരും ആ അർത്ഥത്തിൽ അല്ലേ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ശരി, നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചുകൊണ്ടുള്ള നമ്മുടെ ചർച്ച തുടരുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് മടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോട് പ്രതികരിച്ച എല്ലാവരും തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. അദ്ദേഹം എത്രത്തോളം വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹം, കാരുണ്യം, അതാണ് ഏറ്റവും ആത്യന്തികമായി വിശ്വാസത്തെക്കാളപ്പുറം അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്ന അതാണ്. അതിൽ ക്രിസ്തുമത വിശ്വാസികളെ മാത്രമല്ല അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കടന്നു ചെന്ന് അവർക്കിടയിൽ ജീവിച്ച ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു മാർപ്പാപ്പ എന്നൊരു പദവിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് എത്രത്തോളം ഗംഭീരമായ ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത്. പക്ഷേ വളരെ ലളിതമായ ജീവിതം. അദ്ദേഹം ഒരു വൈദികനായി തുടങ്ങിയ കാലത്ത് തന്നെ അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു അഭയാർത്ഥി ജീവിതം. അദ്ദേഹം അർജൻറ്റീനയിലേക്ക് എത്തുന്നു ഇറ്റലിയിൽ നിന്നും. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു റെയിൽവേ ജീവനക്കാരനായിരുന്നു. അമ്മ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു. രസതന്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദം നേടുന്നു. അതിനുശേഷം ഒരു അധ്യാപകനാകുന്നു. പിന്നീട് വൈദിക വൃത്തിയിലേക്ക് വരുന്നു. അങ്ങനെ വൈദികനായി ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അർജന്റീൻ സർക്കാരിനെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു രീതി അന്നേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം കടന്നുപോയ കാര്യങ്ങൾ, അത് എങ്ങനെയാണ് ആ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ചാപ്റ്ററിൽ പറയുന്ന 3 മിനിറ്റ് പ്രസംഗം അടുത്ത ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു. ആ 3 മിനിറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സഭയെ സംബന്ധിച്ച 2 പ്രതിബിംബങ്ങളിൽ നിന്നും പുറത്തു കടക്കണം. അത് ഒന്ന് സുവിശേഷവൽക്കരിക്കപ്പെടുന്ന സഭ, ഒന്ന് ലൗകിക ജീവിതത്തിൽ തനിക്ക് വേണ്ടി മാത്രം എന്ന് ജീവിക്കുന്ന ഒരു രീതി. ആ 2 കാര്യങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം നടക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഒരു ചർച്ച നടക്കണമെന്നും അതിൻ്റെ വെളിച്ചത്തിൽ സാധ്യമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്നും അദ്ദേഹം അന്നേ
തന്നെ പ്രസംഗിച്ചു. പിന്നീട് സഭയിൽ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങളിൽ എത്രത്തോളം ഉണ്ട് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും കർദിനാൾമാരായി എത്തുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ആ കാര്യങ്ങൾ മാറ്റി. അത് എല്ലാ രാജ്യത്തിൽ നിന്നും പ്രതിനിധികൾ വരട്ടെ എന്ന രൂപത്തിലേക്ക് അതിനെ മാറുന്നു. പിന്നെ അദ്ദേഹം ഈ പറയുന്നതുപോലെ ജയിൽ പുള്ളിയിൽ കൊടും ക്രിമിനലുകളുടെ കാൽ കഴുകുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷ നടത്തുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. ശരിക്കും യേശുവിൻ്റെ ഒരു പിൻഗാമി, അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കിയ ഒരു മാർപ്പാപ്പ എന്ന നിലയ്ക്ക് വേണം അദ്ദേഹത്തെ കാണാൻ. അതാണ് നമ്മൾ യേശുവിനെ തന്നെയാണ് അദ്ദേഹത്തിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി, കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ചിരി, എന്തൊരു സ്നേഹമാണ്. ആ സ്നേഹവും കാരുണ്യവും നമ്മളെ എല്ലാവരെയും നമ്മുടെ മനസ്സാർദ്രമാക്കുന്ന ഒരു ഭാവമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അത് സാധാരണക്കാരിൽ അദ്ദേഹം ജീവിച്ച ജീവിതം. പിന്നീട് അദ്ദേഹം പോയിട്ടുള്ളത് അഭയാർത്ഥി ക്യാമ്പിൽ. അത് ഈ കാൽക്കഴുകൽ ശുശ്രൂഷ എന്നുള്ളത് പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യം. ആ 12 പുരുഷന്മാർ ചെയ്തിരുന്ന കാര്യത്തിൽ സ്ത്രീകളെ കൂടി പങ്കാളികളാക്കുന്നു. അന്യമതത്തിലുള്ളവരുടെ കാൽ കഴുകുന്ന അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം, അവിടുത്തെ ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ കാൽ കഴുകുന്നു, സ്ത്രീയുടെ കാൽ കഴുകുന്നു. അപ്പോൾ ഈ ഇസ്ലാം മത വിശ്വാസിയുടെയൊക്കെ കാൽ കഴുകുന്ന മാർപ്പാപ്പ എന്ന് പറയുന്നത് ഈ വർത്തമാന കാലത്ത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കാര്യമായിട്ട് തോന്നിയിട്ടില്ല മാർപ്പാപ്പ കൊണ്ടുവന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ, മാർപ്പാപ്പ കലഹിച്ച് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ, അതിനോട് എത്രത്തോളം സഭ ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. സഭ എത്രത്തോളം അതിനെ സ്വാംശീകരിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. പലപ്പോഴും മാർപ്പാപ്പ പല കാര്യങ്ങളിലും ഒറ്റയ്ക്കായിരുന്നു. ഈ പറഞ്ഞ സ്വർഗാനുരാഗികളുടെ കാര്യത്തിലായാലും സ്വർഗാനുരാഗികളെ പൂർണ്ണമായി ഈ പാപം എന്നുള്ളൊരു കാര്യമാണല്ലോ, പാപികൾ എന്ന് ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തുന്നത് സഭയുടെ ചില ചട്ടവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതികമായ ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ അതിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് അവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, അവർ ദൈവം പുറത്തേക്ക് വിട്ട ആളുകളാണ്. അപ്പോൾ അവരെ അങ്ങനെ മാറ്റി നിർത്തേണ്ടവരല്ല എന്ന് പറയുന്നു. അവരെ മാമോദിസ മുക്കാൻ കൂടിയുള്ള രൂപത്തിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു. പിന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, ഈ സ്ത്രീയുടെ വനിതകൾ പൗരോഹിത്യത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. അതിലേക്ക് അങ്ങ് എത്തിയില്ല എങ്കിൽ കൂടി സഭയിൽ വലിയ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് കിട്ടുന്ന രീതിയിൽ വത്തിക്കാനിൽ അത്തരം മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹം പല കാര്യങ്ങളും മാറ്റുന്നു. ഇനി അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ഏറ്റവും കാര്യം, ഈ ലോകരാഷ്ട്രങ്ങളോട് എത്രത്തോളം ശക്തമായി അദ്ദേഹം പ്രതികരിക്കുന്നു. ട്രംപിന് നല്ല കൃത്യമായ മറുപടിയൊക്കെ അഭയാർത്ഥികളെ അവിടെ നിന്നും കടത്തിവിട്ട സമയത്ത് ഇത് എന്താ പറയുക, ക്രിസ്തുമത വിശ്വാസികൾക്ക് ചേർന്നതല്ല എന്ന് പറയുന്നു. അതിൽ കൃത്യമായ പ്രതികരണം എന്താ പറയുക, ട്രംപിനോട് കൃത്യമായി പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗാസയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ സന്ദേശം ഗാസയുമായി ബന്ധപ്പെട്ട അത് മാത്രമല്ല, അദ്ദേഹം 2023 തൊട്ട് കൃത്യമായി ഗാസയിലൊരു പള്ളിയിലേക്ക് വിളിക്കുമായിരുന്നു. അവിടുത്തെ അഭയാർത്ഥികൾ എങ്ങനെ കഴിയുന്നു എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ചറിയുമായിരുന്നു. ഈ 2024 ക്രിസ്മസ് ദിനത്തിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ണിയേശുവിനെയൊക്കെ ഒരുക്കി വയ്ക്കുമല്ലോ, അത് ആ ഉണ്ണിയേശുവിനെ ഒരുക്കി വെച്ചിരുന്ന ഒരു കെഫിയയിലായിരുന്നു. അതായത് ഈ പലസ്തീൻ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ പലസ്തീൻ പോരാട്ടത്തിൻ്റെ പ്രതീകമായ കെഫിയയിലാണ് ഉണ്ണിയേശുവിനെ കിടത്തുന്നത്. എന്തൊരു വലിയ സന്ദേശമാണ്. കാരണം ഇസ്രയേലിനെയാണ് എപ്പോഴും ക്രിസ്തുമത വിശ്വാസമായി ചേർത്ത് വയ്ക്കുന്നത്. പലസ്തീനെ വേറെ രൂപത്തിൽ കാണുന്ന സഭയിൽ നിന്ന് പോലും അത്തരം പ്രതികരണങ്ങൾ വരുമ്പോഴാണ് അതിലൊരു വിപ്ലവകരമായ സമീപനം മാർപ്പാപ്പ എടുത്തിട്ടുള്ളത്. മാർപ്പാപ്പയെ ഇവർക്കൊന്നും തള്ളിക്കളയാനും പറ്റില്ല. മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങളെ കുറേയേറെ പേർക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ നമ്മളോട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പ്രതികരിച്ച എല്ലാവരും തന്നെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന വിപ്ലവകരമായ കാര്യങ്ങൾ പലതരത്തിലും തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിനോട് ചേർന്ന് നിൽക്കാനാണ് പൊതുവേ ഈ വൈദിക സമൂഹം ശ്രമിച്ചിട്ടുള്ളത്. ചേർന്ന് നിൽക്കുന്ന പ്രതികരണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വാതിലുകൾ തുറന്നിട്ട് ഒരു പുതിയ പാത തുറന്നിട്ട് അതിലേക്ക് വിശ്വാസികളെ എത്തിക്കുന്നു. വിശ്വാസികളെ എന്നല്ല, ലോകത്തിന് തന്നെ ഉണ്ടായിരിക്കുന്ന വലിയ നഷ്ടം എന്ന നിലയ്ക്ക് തന്നെയാണ് മാർപ്പാപ്പയുടെ വിയോഗത്തെ കാണേണ്ടതെന്നാണ് തോന്നുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, ഈ സെൻറ്റ് പീറ്റർ മുതൽ ഇങ്ങോട്ട് 265 മാർപ്പാപ്പമാരുണ്ടായിട്ടുണ്ട്. 266 മാർപ്പാപ്പയാണ് ഈ ബ്യൂണസ് ഐറിസിൽ നിന്ന് വന്ന നമ്മുടെ സ്വന്തം മാർപ്പാപ്പ. നമ്മുടെ സ്വന്തം മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മാഭിമാനം കൊള്ളുന്നൊരു മാർപ്പാപ്പയാണ്. കാരണം നമ്മളിൽ ഒരാളായിരുന്നു. മാർപ്പാപ്പയായി വരുന്നതിന് മുമ്പ് കർദിനാളായിട്ട് ബ്യൂണസ് ഐറിസിൽ താമസിക്കുന്ന സമയത്ത് ബ്യൂണസ് ഐറിസിലെ ഈ പെപ്പൽ വസതി കർദിനാളായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടുത്തെ വലിയ സുഖസൗകര്യങ്ങളുണ്ട്. ആ പെപ്പൽ ആർച്ച് ബിഷപ്പ് പാലസിലെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പുസ്തകങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്നതാണ് കണ്ടത്. അവിടെ നിന്ന്
അങ്ങോട്ട് അദ്ദേഹം അർജന്റീനയുടെ കളി കാണുമ്പോഴെല്ലാം ഒരു സാധാരണ നമ്മളെപ്പോലെ അർജന്റീനയുടെ മത്സരം കാണുമ്പോൾ വിജയിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തുള്ളിച്ചാടുന്നത് പോലെ ഈ ജോർജ് മരിയോ ബൊർഗാളിയോ എന്ന് പറയുന്ന ആ കർദിനാളിൻ്റെ മനസ്സ് തുള്ളിച്ചാടുമായിരുന്നു. ലയണൽ മെസ്സി ഗോൾ അടിക്കുമ്പോൾ വീട്ടിനുള്ളിലിരുന്ന് കൈകൊണ്ട് സന്തോഷത്തോടു കൂടി ക്ലാപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മളിൽ ഒരാളായ ഒരു ഫുട്ബോൾ പ്രേമിയായ ഒരു സാധാരണ മനുഷ്യനായ, എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടിയേറ്റത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ച ഒരു കർദിനാളാണ് പിന്നീട് 2013 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ഒരു വലിയ വിഭാഗത്തിൻ്റെ അധിപനായിട്ട് വരാൻ പോകുന്നത്. അന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വൈകാരികമായ, എന്നാൽ ഒരുപക്ഷെ സഭയുടെ ചരിത്രത്തിൽ ഇന്നോ വരെ കേട്ടിട്ടില്ലാത്ത വിധമുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. നമുക്കറിയാം 265 ബിഷപ്പുമാർ, ഈ മാർപ്പാപ്പമാരിൽ നിന്ന് എന്താണ് ഈ മാർപ്പാപ്പയെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തമാക്കുന്നത്? അദ്ദേഹം ലിബറേഷൻ തിയോളജിയുടെ നാടായ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് എന്നത് മാത്രമല്ല, അദ്ദേഹം ഈശോ സഭ, ജസ്യൂട്ട് സഭയിൽ നിന്ന് വരുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് എന്നത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതും വിശ്വസിച്ചതും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ നിലപാടുകളും അദ്ദേഹം വത്തിക്കാനിൻ്റെ അധിപനായെത്തുമ്പോഴും ഈ വിശ്വാസികളുടെ അധിപനായെത്തുന്ന ഘട്ടത്തിലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. നിങ്ങൾ ബാക്കി എല്ലാവരെയും, നിങ്ങൾ തൊട്ടുമുമ്പുള്ള ബെനഡിക്റ്റ് 16 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബെനഡിക്റ്റ് 16 കുറിച്ചുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്, ആ സമയത്ത് ഉയർന്ന വിമർശനം എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, വലിയ രീതിയിൽ അധികാര ദുർവിനിയോഗം ഒരു സഭയിലെ പല പുരോഹിതന്മാരും നടത്തുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ശബ്ദമില്ലാതായി പോയൊരു മാർപ്പാപ്പയായിരുന്നു. ആ സമയത്തെ അധികാര കേന്ദ്രങ്ങളിൽ പൗരോഹിത്യം ബാലപീഡനത്തിൻ്റെ പേരിൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന സമയത്ത് അവർക്കെതിരെ വിരൽ ചൂണ്ടാൻ കഴിയാതെ പോയ ഒരു സംവിധാനമായിരുന്നു. ആ സംവിധാനത്തിലേക്കാണ് 266 മാർപ്പാപ്പയായി അർജന്റീനയിൽ നിന്ന്, ബ്യൂണസ് ഐറിസിൽ നിന്ന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തുന്നത്. പേര് സ്വീകരിച്ചിരിക്കുന്നതോ അസീസിയിലെ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ. എന്താണ് അസീസിയിലെ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പ്രത്യേകത? അദ്ദേഹം എല്ലാ ആഡംബരങ്ങളും എല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ച് ദാരിദ്ര്യത്തിലും പാവപ്പെട്ടവനോടും ഒപ്പമാണ് ജീവിതത്തിലെ പ്രകാശമെന്ന് കണ്ടെത്തിയ ആ അസീസിയിലെ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പേര് സ്വീകരിച്ച് മാർപ്പാപ്പ വരുന്നു. ആ മാർപ്പാപ്പ എന്താ നമ്മളോട് പറഞ്ഞത്? മാർപ്പാപ്പ ആദ്യം സന്ദർശനം നടത്തുന്നത് എവിടെയാണെന്നറിയാമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ വത്തിക്കാനിൽ എത്തിയതിനു ശേഷം തിരിച്ചു പോകാനൊരു ടിക്കറ്റും എടുത്താണ് ഈ ബ്യൂണസ് ഐറിസിൽ നിന്ന് ഇദ്ദേഹം ഇവിടേക്ക് വരുന്നത്, അർജന്റീനയിൽ നിന്ന് തിരിച്ചു വരുന്നത്. പക്ഷേ തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം അപ്പോഴേക്കും അദ്ദേഹം മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ചെറിയ ബോട്ടുമായി പോയത് സിസിലിയുടെ തീരത്ത് നിന്നും ലാംപെഡൂസ എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡിലേക്കാണ്. ആ ഐലൻഡിൽ പോയത് എന്തിനാണെന്നറിയാമോ? നമ്മൾ അതിന് തൊട്ട് മുമ്പാണ് ഐലൻഡ് കുർദിയുടെ ചിത്രം കണ്ട് നമ്മളെല്ലാവരും കരഞ്ഞത്, നമ്മളെല്ലാവരും വല്ലാതെ വിഷമിച്ചത്. ഈ മെഡിറ്ററേനിയൻ കടൽ കടന്നു വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കഴിയാതെ ഒരു ലോകരാജ്യങ്ങളെല്ലാവരും അതിർത്തി കെട്ടിത്തിരിക്കുമ്പോൾ, കുടിയേറ്റത്തിൽപ്പെട്ട മനുഷ്യർ കടലിൻ്റെ തിരമാലകളിൽ കടലിൽ പൊലിഞ്ഞു പോകുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടിയേറ്റക്കാരെന്ന് വിളിച്ച മനുഷ്യരെ ഇവർ നമ്മളുടെ സഹോദരന്മാരാണെന്ന് പറഞ്ഞ് കടലിലേക്ക് പോയി, ലാംപെഡൂസയിലേക്ക് പോയി കുടിയേറ്റക്കാരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു മാർപ്പാപ്പയെ നമ്മൾ കണ്ടത്. അങ്ങനെ മാർപ്പാപ്പയെ നമ്മൾ കണ്ടിട്ടില്ല. അതാണ് ആ മാർപ്പാപ്പയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോൾ കൈയടിക്കുന്ന മാർപ്പാപ്പ എന്ന് മാത്രമല്ല, ലിബറേഷൻ തിയോളജിസ്റ്റ് ആയ ഒരു മാർപ്പാപ്പ എന്ന് മാത്രമല്ല, കുടിയേറ്റക്കാരോടൊപ്പം അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടാകും. ഓരോ ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ വിവിധ രാഷ്ട്രീയ സംഭവങ്ങൾ സ്വാധീനം ചെലുത്തിയത്. 3 വയസ്സ് മാത്രമേ ഉള്ളൂ 2ാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ഈ മാർപ്പാപ്പയ്ക്ക്. അദ്ദേഹം ഈ ജനിച്ചു വീഴുന്നത് തന്നെ മുസോളിനിയുടെ വലിയ ക്രൂരമായ ഒരു ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിൻ്റെ പൽചക്രങ്ങളിൽ പെട്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നത് തന്നെ 1936. അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും അതുവരെ എല്ലാ പുരോഹിതന്മാർക്കും ഉണ്ടായിരുന്ന ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചലിച്ചു. അപ്പോളോ 11 അദ്ദേഹം പറയുന്നുണ്ട്, ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? പരിണാമ സിദ്ധാന്തമാണ് യഥാർത്ഥ ശാസ്ത്രഗതി എന്ന് വിശ്വസിച്ചിരുന്ന മാർപ്പാപ്പയാണെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മാർപ്പാപ്പ കാരണം എന്താ? കെമിസ്ട്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിരുദാനന്തര ബിരുദം. അവിടെ നിന്ന് അദ്ദേഹം പൗരോഹിത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ഗതി എന്നുള്ളത് പരിണാമ സിദ്ധാന്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനാണെന്നേ. ആ മനുഷ്യൻ കുടിയേറ്റക്കാർക്കൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്ന മനുഷ്യനാണെന്നേ. അവിടെ നിന്ന് ആ മനുഷ്യൻ ലോകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ അദ്ദേഹം സ്ത്രീകളോട്, നേരത്തെ ഇവിടെ പറഞ്ഞു പെസഹ വ്യാഴത്തിൻ്റെ കാര്യം, ആ പെസഹ വ്യാഴത്തിൻ്റെ കാൽകഴുകൽ ശുശ്രൂഷയൊക്കെ നടക്കുന്ന സമയത്ത് കത്തോലിക്കയിലെ പുരുഷന്മാർക്ക് മാത്രമായിട്ട് വിധിക്കപ്പെട്ടിരുന്ന എല്ലാ ആരാധന റിച്വലുകളും ആ ക്രമങ്ങളും സ്ത്രീകൾക്ക് കൂടി തുറന്നു കൊടുത്തു. എന്നിട്ട് അവരെ ചേർത്ത് പിടിച്ചു. നമ്മളെല്ലാവരും
ദൈവമക്കളാണ് എന്ന് പറഞ്ഞു. സ്വർഗ്ഗരീതിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് പറഞ്ഞു, അവരെ വിധിക്കാൻ നാം ആര് എന്നാണ് ചോദിക്കുന്നത്. അവരെ വിധിക്കാൻ whom am I to judge them എന്നാണ് ചോദിക്കുന്നത് മാർപ്പാപ്പയാണെന്നേ. സ്വർഗ്ഗരീതി മാരക പാപമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ആ മാരക പാപത്തിൻ്റെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി. മാത്രമോ സ്വർഗാനുരാഗികളായ മനുഷ്യരെ അദ്ദേഹം ചേർത്തു പിടിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവമക്കളാണ് എന്ന് പറഞ്ഞതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മഹത്വം എന്ന് പറയുന്നത്. അവിടെയും തീർന്നില്ല. ഈ പൗരോഹിത്യത്തിനെതിരെ ബാലപീഡകരായിട്ടുള്ള ഒരു മൈനോറിറ്റി, ന്യൂനപക്ഷം പുരോഹിതന്മാർക്കെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടി പറഞ്ഞെന്താണെന്നറിയുമോ? നിങ്ങൾ പൗരോഹിത്യത്തിൻ്റെ എല്ലാ പ്രിവിലേജുകളും ആടയാഭരണങ്ങളും ഇവിടെ അഴിച്ചു വയ്ക്കണം. എന്നിട്ട് നിങ്ങൾ അതാതു രാജ്യത്തെ നിയമത്തിൻ്റെ പരിധിയിൽ പോയി നിങ്ങൾ വിചാരണ നേരിടണം എന്ന് പറഞ്ഞു. വെറുതെ അല്ല, 19 പുരോഹിതന്മാരെ രാജ്യത്തിലെ വിവിധ ഇടങ്ങളിലേക്ക്, പല ബിഷപ്പുമാരെയും അദ്ദേഹം അതാതു രാജ്യങ്ങളിലെ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. ഈ മാർപ്പാപ്പ എന്നുള്ളതാണ്. അവിടെ കൊണ്ടും തീരുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സിദ്ധാന്തം നമ്മളെ ഞെട്ടിച്ചില്ലേ? അദ്ദേഹം പറയുന്നുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ പതാക യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തമാക്കിയിരിക്കുന്നു, നമ്മളുടെ പതാകയായിരുന്നു അത് എന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകളോട് വിയോജിച്ചുകൊണ്ടല്ല പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? 80-20 എന്നുള്ള അക്കാലത്ത് നിറഞ്ഞു നിൽക്കുന്ന വലിയ സാമ്പത്തികവാദമുണ്ടല്ലോ. 20% കയ്യിൽ ലോകത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും കുമിഞ്ഞുകൂടി നിൽക്കുമ്പോൾ 80% പട്ടിണിയിലാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു. സിംബോളിക്കായിട്ട് അദ്ദേഹം ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്ന ലിബറൽ തിയറിയെ വിമർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് മുതലാളിത്തം ചൂഷണം ചെയ്യുന്നത് എന്ന് അദ്ദേഹം മനോഹരമായ ഒരു ഫ്രേസിലൂടെയാണ് പറയുന്നത്. നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഗ്ലാസ് നിങ്ങൾക്ക് പലതും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. കാര്യം ഗ്ലാസ് നിറഞ്ഞു കവിയുമ്പോൾ ആ നിറഞ്ഞു കവിയുന്നതിൻ്റെ ഭാഗമായി ഇറ്റു വീഴുന്നത്, ട്രിക്കിൾ ഡൗൺ ചെയ്തു വരുന്ന വിഭവങ്ങൾ കൊണ്ട് ലോകം സമ്പന്നമാകുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഒന്നും ലഭ്യമാവുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഗ്ലാസ് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് മുതലാളിമാരുടെ ലാഭത്തെക്കുറിച്ച് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കയെ പോലെ ഒരു രാജ്യം, യൂറോപ്പിനെ പിടിച്ചു നിർത്തുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തമല്ലേ മുതലാളിത്തം. ആ മുതലാളിത്തത്തിനെതിരെ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ആശയമായ ട്രിക്കിൾ ഡൗൺ തിയറിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച, ഏറ്റവും ലളിതമായ ഭാഷയിൽ, സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു, നിങ്ങളെ ഇവർ കബളിപ്പിക്കുകയാണ്. ഇവരുടെ ഗ്ലാസ് നിറഞ്ഞു കവിഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കരുതരുത്. അവരുടെ ഗ്ലാസ്സാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രതീകാത്മകമായി പറഞ്ഞൊരു മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. അതും ട്രംപിൻ്റെ കാലത്ത് ലോകത്തെ വിദ്വേഷത്തിൻ്റെ 2 ചേരികളിലാക്കി തിരിക്കുമ്പോൾ അദ്ദേഹം ഗാസയിലെ മനുഷ്യരെ നോക്കി പറയുന്നു, അവർ നമ്മുടെ മക്കളാണ്, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് പറയുന്നു. അവസാനത്തെ ഈസ്റ്റർ ആശംസയിലും ഈ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വന്ന് ഇസ്രായേൽ അവരോട് നടത്തുന്ന ക്രൂരമായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ആ ഫ്രാൻസിസ് മാർപ്പാപ്പ യഥാർത്ഥത്തിൽ ട്രംപിനെ പോലെ ഒരു വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മളൊന്നും കടപുഴകി പോകാതിരിക്കാനുള്ളൊരു വലിയ കോട്ടയായിരുന്നു. ആ ഒരു കോട്ടയാണ് യഥാർത്ഥത്തിൽ നഷ്ടമാവുന്നത്. ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിനും വിശ്വാസികൾക്കുമിടയിലുള്ള ഒരു മിഡ്ഫീൽഡറാണ്. ഉറച്ച ബോധ്യമുള്ളൊരു മിഡ്ഫീൽഡറായിരുന്നു യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. അങ്ങനൊരു മിഡ്ഫീൽഡറെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്നേ. അതാണ് നമുക്കൊരു സങ്കടമുണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ ചിരികളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തുമ്പോൾ, ഫിലിപ്പൈൻസിൽ പോയി അവിടെ കൊടുങ്കാറ്റിൽപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തുമ്പോൾ, അവരുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവർ കരയുമ്പോൾ, ആ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിക്കുന്ന സമയത്ത്, ദരിദ്രരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സമയത്ത്, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലൊരു പുഞ്ചിരി കാണാമായിരുന്നു. ആ പുഞ്ചിരി, ഞാൻ വിശ്വസിക്കുന്നു, അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുഞ്ചിരി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പുഞ്ചിരി അപൂർവമായി മാത്രമേ ചിലപ്പോൾ ചില പുരോഹിതന്മാരിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അത് സദാസമയവും പ്രത്യക്ഷപ്പെട്ട ഒരു പുരോഹിതൻ്റെ പേരാണ്, ഒരു മാർപ്പാപ്പയുടെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അക്ഷരാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ ജനഹൃദയ മൈതാനങ്ങളിൽ സ്നേഹത്തിൻ്റെ വലിയ പാസുകൾ നൽകിയ ഒരു മാർപ്പാപ്പയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാണ്. വലിയ നഷ്ടമാണ്. ട്രംപിൻ്റെ കാലത്ത് നമുക്ക് ഇനി ആരുണ്ട് അഭയം എന്നതാണ് ചോദ്യം. എപ്പോഴും വിപ്ലവം എന്ന് പറയുന്നത് അതൊരു വിപ്ലവം ഏകവചനമല്ല എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും എന്ന് കാണിച്ചു തന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതും ക്രിസ്തീയ വിശ്വാസത്തിന് ഒട്ടും തന്നെ കോട്ടം തട്ടാത്ത തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക ആത്മീയ നേതാവാണ്. അതായത് കാത്തലിക്സിൻ്റെ മുഴുവൻ ക്രിസ്തീയ സഭകളുടെ എല്ലാം പിതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം തനിക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായി മാറാൻ കഴിയും. ബഹുവചനം എന്ന് നമ്മൾ പറയുന്ന വിപ്ലവത്തെ ഏകവചനമാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു വാചകത്തിന് ആ എത്തിയിരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആ വാചകം മൂലം തനിക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ഉണ്ടാകുന്ന കോട്ടങ്ങളെപ്പറ്റി അദ്ദേഹം ഒരിക്കലും ആലോചിച്ചിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമായി എനിക്ക് തോന്നിയത്. അപ്പം മറ്റു പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തെ ഒരു വിപ്ലവകാരി എന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ മാർപ്പാപ്പ
എന്ന ഒരു പദവി ഉണ്ടെങ്കിൽ 266 പേരിൽ ആ പദവിക്ക് അർഹൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ടൈം മാസിക അങ്ങനെ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് 2013 കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ പ്രസിദ്ധീകരിച്ചത്. ദ പീപ്പിൾസ് പോപ്പ് എന്നാണ് അവരെന്ന് വിശേഷിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലെടുത്ത നിലപാടുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു വന്നല്ലോ. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയുക, അത് ശത്രുവായി മാറപ്പെടും, അല്ലെങ്കിൽ കേട്ടു നിൽക്കുന്നയാൾ ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുവായി മാറിയേക്കാം എന്ന ഒരു ചിന്ത ഒരിക്കലും അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും. 12 വർഷം എന്ന് പറയുന്നത് ഹ്രസ്വമായ കാലയളവാണ്. മാർപ്പാപ്പയായി ഇരിക്കുമ്പോൾ വളരെ ഹ്രസ്വമായ കാലയളവാണ് അദ്ദേഹം ആ പദവിയിൽ ഇരുന്നതെങ്കിലും മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ കേട്ടിരിക്കുന്ന വിശ്വാസിയോ പുരോഹിതനോ തൻ്റെ ശത്രുവായി മാറിയേക്കാം, താൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാകാം എന്നൊരിക്കലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. എന്താണോ നമ്മുടെ മനസ്സിലുള്ളത്, സ്പീക്കിംഗ് ഓഫ് വൺസ് മൈൻഡ് എന്ന് പറയുന്നത്, അത് പ്രാവർത്തികമാക്കിയ ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിവിധ വിഷയങ്ങളിലെ നിലപാടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൂട്ടിച്ചേർക്കലുകൾ അദ്ദേഹം ഒരിക്കലും വരുത്തിയിട്ടില്ല. മറ്റൊരാളുടെ ആശയം അത് അദ്ദേഹം അതേപടി ആവർത്തിച്ചിട്ടില്ല. തൻ്റെ ആശയം എന്താണോ ഒരു വിഷയത്തിൽ, ഒരു ഗിവൺ ടോപ്പിക്കിൽ, ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവത്തിൽ എന്താണോ തൻ്റെ ആശയം, അത് അദ്ദേഹം അതേപടി ജനങ്ങളോട്, വിശ്വാസികളോട് പറയാനായി ഒട്ടും തന്നെ മടി കാണിച്ചില്ല എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ഇപ്പോൾ ഗാസ മുനമ്പ് അത് എത്രത്തോളം അശാന്തമായി തുടരുന്നു എന്നത് അദ്ദേഹത്തെ വളരെയേറെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തുടർ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈസ്റ്ററിൻ്റെ ദിനത്തിൽ അദ്ദേഹം ഈ ബ്ലസ് ചെയ്യുന്നതിനൊപ്പം തന്നെ എടുത്തു പറയുന്നത് ഒരേ ഒരു വിഷയം ഇതാണ്, ഗാസയാണ്. അത് ഒരു വളരെ കോയിൻസിഡൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് ഗാസയിലെ കണ്ണീരും ആ നിലവിളികളും തന്നെയാണ്. ആ നിലവിളികൾ അസ്വസ്ഥമാക്കിയ മനസ്സോടുകൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മടങ്ങുന്നത്. അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ലോകം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല യാത്രയയപ്പ്, ഇനിയിപ്പോൾ 6 ദിവസമോ 9 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയയപ്പ് ചടങ്ങായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്തിമ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോവുക. ഈ 10 ദിവസത്തിനുള്ളിൽ ഗാസയിൽ വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പാക്കുക, ബന്ദികളെല്ലാം ഹമാസ് വിട്ടയക്കുകയും ഇസ്രയേൽ ഇനി അങ്ങോട്ടൊരു ആക്രമണത്തിന് മുതിരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ അതായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന മനുഷ്യസ്നേഹിയായ മാർപ്പാപ്പയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല യാത്രയയപ്പ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ ഡെത്ത് വിഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മരണത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചത് ഇതിനൊരു പരിഹാരമുണ്ടാകണം. മറ്റെന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാമായിരുന്നു, പക്ഷേ അന്ന് അദ്ദേഹം എടുത്ത് പറയാൻ ആഗ്രഹിച്ചത് ഗാസയെക്കുറിച്ചാണ്. അദ്ദേഹം ആ വാക്കിൽ തന്നെ പറയുന്നുണ്ട്, ഐ എക്സ്പ്രസ് മൈ ക്ലോസ്നെസ് ടു ദ സഫറിങ്സ് ഓഫ് ഓൾ ദ ഇസ്രയേലി പീപ്പിൾ ആൻഡ് ദ പലസ്തീനിയൻ പീപ്പിൾ. അത് പലസ്തീൻ്റെ മാത്രമല്ല, ഇസ്രയേലികളും ദുരിതമനുഭവിക്കുകയാണ്. അപ്പോൾ 2 ഇടങ്ങളിലുമായി ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ, അവിടെ സഫറിങ്ങിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യമോ അല്ല, അവരനുഭവിക്കുന്ന സഫറിങ്, അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിരുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഒരു സീസ് ഫയർ, അത് ആ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, ഒരു സീസ് ഫയർ നിങ്ങൾ പ്രഖ്യാപിക്കൂ, ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കൂ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത് വിഷായി കണ്ടുകൊണ്ട് ഈ 2 കൂട്ടരും അതിന് തയ്യാറാവുക എന്നതാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടത്. നേരത്തെ ഇവിടെ നിങ്ങൾ കുടിയേറ്റത്തെക്കുറിച്ച്, പലായനത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ചു പോയല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനായാലും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട മറ്റ് രാജ്യങ്ങൾക്കായാലും അവർക്കെല്ലാവർക്കും ഒരു പേടിയുണ്ടാകും, ഈ കുടിയേറ്റക്കാർ വന്ന് നമ്മുടെ രാജ്യത്ത് കൂടുതലായി അങ്ങ് കടന്നു കയറി താമസിക്കുമോ എന്ന്. അപ്പോൾ ആ പേടി ഉണ്ടാകുന്നത് ഒരു പാപമല്ല എന്ന് മാർപ്പാപ്പ കൃത്യമായി പറയുന്നുണ്ട്. ഹാവിങ് ഡൗട്ട്സ് ആൻഡ് ഫിയേഴ്സ് ഈസ് നോട്ട് എ സിൻ എന്നതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാചകം. അങ്ങനെ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകാം, നിങ്ങൾക്ക് അവർ കൂട്ടമായി വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തെ സ്ഥിതിഗതികളെ താറുമാറാക്കുമോ എന്നൊക്കെയുള്ള ഓൺ പീപ്പിൾ എന്നുള്ള ട്രംപിൻ്റെ പ്രൈഡുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒരു പാപമായി കാണുന്നില്ല. അങ്ങനെയുള്ള ആശങ്കകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിങ്ങളുടെ ആ ഒരു മനോഭാവത്തെയും ഞാൻ മനസ്സിലാക്കുന്നു. അതായത് മറുഭാഗത്ത് നിൽക്കുന്ന ആളെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായം പറയുന്നത്. നിങ്ങളുടെ ആശങ്കകൾ ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ എന്താണ് ശരി എന്നുള്ളത് അദ്ദേഹം അവരോട് തുറന്നു പറയാനും തയ്യാറാകുന്നു എന്നതാണ് ഈ ക്രൈസിസിൽ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ അഭയം തേടി വരുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? റിജക്ഷനാണ്. അതായത് ഒരു പ്രതീക്ഷയുടെ ഒരു തുരുത്ത് എന്ന് കരുതിയായിരിക്കുമല്ലോ ഈ കടലിലൂടെ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് ഐലൻഡ് കുർദിയൊക്കെ ആ യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ കമിഴ്ന്നു കിടക്കുന്ന ഒരു കുഞ്ഞായി നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ഒരു നോവുന്ന ചിത്രമായി ഉണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും ആ ചിത്രം, ആ മണ്ണിൽ പൂഴ്ന്നു കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖം ആരുടെയും മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ അതുപോലെയുള്ള കുഞ്ഞുങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങളുടെ നമ്മൾ കാണാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, കടലിൽ നടുക്കടലിൽ പെട്ടുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അങ്ങനെയുള്ള യാത്രകൾ അവർക്ക് നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മറുഭാഗത്തൊരു കരയുണ്ട്, മറുകരയിൽ തങ്ങൾക്കൊരു അഭയമുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ വരുന്നവരെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. ആ റിജക്ഷൻ എന്ന് പറയുന്നത് അത് എത്രത്തോളം വേദനയുണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് ഈ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളോട്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് എല്ലാം, ഈ മതിലുകൾ കെട്ടുന്നവരോട് എല്ലാം അദ്ദേഹം ചോദിക്കുന്നത് ആ വിഷയമാണ്.
അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി അക്നോളജ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നവരെ അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ ഈ രാജ്യങ്ങളൊക്കെ തയ്യാറാകുമെന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് ഇടുങ്ങിയ ചിന്താഗതികൾ വികസിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഈ മാർപ്പാപ്പയ്ക്ക് ഒരു തുടർച്ചയുണ്ടാകണം. അതായത് മാർപ്പാപ്പ അടുത്ത 267ാമത്തെ മാർപ്പാപ്പ വരും. പക്ഷേ ഇതേ ആശയത്തിനൊരു തുടർച്ചയുണ്ടാവുകയാണെങ്കിൽ മാത്രമേ ലോക ഘടനയിൽ എന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹം ഈ 12 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആശയത്തിന് ഒരു തുടർച്ചയുണ്ടാകുന്നതിലേക്ക് എത്തിക്കുകയുള്ളൂ. പ്രതീക്ഷകളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചു എന്ന് ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആളുകളെ മനസ്സിലാക്കുക, അതായത് നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറുതായിരിക്കും. ആ സർക്കിൾ എത്രത്തോളം വലുതാക്കാൻ കഴിയുന്നു എന്നതിനനുസരിച്ചാണ്. അതായത് നമ്മുടെ കൈ നമുക്ക് ഇങ്ങനെയും പിടിക്കാം. അത് എങ്ങനെ പിടിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അത് സഭയുടെ മക്കളോട് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ കൊടുക്കുന്ന സന്ദേശമാണ്. നമുക്ക് വേണമെങ്കിൽ ഷ്രിങ്ക് ചെയ്ത് ഒരു കൈയിൽ ചേർത്ത് നിർത്തുന്നവരെ മാത്രം നമ്മുടെ സർക്കിളാക്കാം. 2 കൈകളും നമുക്ക് ഇങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമാക്കാം, അല്ലെങ്കിൽ കൈകൾ ഓപ്പൺ ചെയ്തുകൊണ്ട്, അതായത് ലോകം മുഴുവൻ നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ആ അസമത്വങ്ങളെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നവരിലേക്കുള്ള അവരുടെ ആശങ്കകളെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് അദ്ദേഹം അതിലൂടെ കൊടുത്തിരിക്കുന്ന സന്ദേശം. അതുപോലെ തന്നെ ദൈവത്തോട് നമ്മളിപ്പോൾ കുമ്പസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ആകും. പക്ഷേ ആ ഓപ്പൺനെസ് മറ്റുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാർപ്പാപ്പ അദ്ദേഹത്തിന് പല സന്ദേശങ്ങളിലായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഓപ്പൺനെസ് ഉണ്ടാവുക എന്നത് എത്രത്തോളം പ്രധാനമാണ്. സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് ആ ഓപ്പൺനെസ് എത്രത്തോളം വേണം. എങ്ങനെയാണ് ഒരു വികസിത ലോകമായി മാറുക, വികസിത രാജ്യങ്ങളെന്നല്ല അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡെവലപ്ഡ് കൺട്രീസ് എന്നല്ല അദ്ദേഹം പറയുന്നത്, ഡെവലപ്ഡ് വേൾഡ് എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാചകം. അപ്പോൾ ലോകത്തെ മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട കവി പറഞ്ഞതുപോലെ ലോകമേ തറവാട് എന്നുള്ളത്, താഴ്മതാൻ അഭ്യുന്നതി എന്ന് പറയുന്നത്, അതൊക്കെ സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്നുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ വിട്ടുപോകുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ സോളിഡാരിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ലൈഫ് ഇസ് എ ജേർണി, വെൻ വി സ്റ്റോപ്പ് തിങ്സ് ഡോണ്ട് ഗോ റൈറ്റ് എന്നുള്ളതാണ് അദ്ദേഹം സോളിഡാരിറ്റിയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ വ്യക്തികളായി എങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടത്, അതായത് നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റുന്നത് മാത്രമല്ല വ്യക്തികളായി എങ്ങനെ നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും അതേക്കുറിച്ച്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോരോ പ്രസംഗങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും ഓരോ സന്ദേശമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ, ഞാൻ സമയം കുറവായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, പല പോയിന്റുകളും നിങ്ങളൊക്കെ പറഞ്ഞത് തന്നെ ആവർത്തിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത്, നമുക്ക് കിട്ടിയതൊക്കെ മറ്റാരോ ചെയ്തു വെച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് പാസ്റ്റ് ഒരു ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് കടന്ന് വരുന്ന ഓരോന്നും നമ്മളിലേക്ക് എത്തുന്നതാണ്. അല്ലാതെ നമ്മളായി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ അതേപടി തന്നെ നമ്മൾ കൊടുക്കാനും, നമ്മൾ ടേക്കേഴ്സ് മാത്രമല്ല നമ്മൾ ഗിവേഴ്സ് കൂടി ആകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഹ്യൂമാനിറ്റിയുടെ കാര്യത്തിലായാലും ആളുകളെ ചേർത്ത് നിർത്തുന്നതിലായാലും നമ്മൾ എപ്പോഴും ടേക്കേഴ്സാണ്. അത് നമ്മൾ സ്വയം വിമർശനപരമായി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ടേക്കേഴ്സായി മാറാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൂടുതൽ കൊടുക്കുന്നവരായി മാറുക എന്നതാണ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന മനുഷ്യസ്നേഹി, ആ മഹാമനുഷ്യസ്നേഹിക്ക് ഒരു തുടർച്ചയുണ്ടാകട്ടെ അല്ലേ? അതെ അതെ. ഈ നമ്മൾ പറയുമ്പം സൂചിപ്പിച്ചു പോയെങ്കിലും അതിശയിപ്പിക്കുന്ന ലാളിത്യമായിരുന്നു കേട്ടോ ഈ മാർപ്പാപ്പയുടേത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, കർദിനാളായിരിക്കുമ്പം അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വണ്ടി ഏതാണെന്നറിയോ? ഫിയറ്റ് കാർ. ഈ ഫിയറ്റ് കാറിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിലൊരു ബാഗ് കൂടി ഉണ്ടാവും. മൂപ്പർ എവിടെ ചെന്നാലും മൂപ്പറുടെ ഈ ഹോട്ടൽ ബില്ലുകളൊക്കെ മൂപ്പർ തന്നെയാണ് സെറ്റിൽ ചെയ്യുക. അതിനൊന്നും ഒരാളുമില്ല. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അത് 2013 പോപ്പായി അദ്ദേഹത്തെ അവരോധിക്കുന്ന സമയത്തും അദ്ദേഹം എടുത്തൊരു തീരുമാനം, അദ്ദേഹം വത്തിക്കാനൊരു രാഷ്ട്രമാണല്ലോ, ആ രാഷ്ട്രത്തിൻ്റെ അധിപൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു സ്റ്റേറ്റ് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെൻ്റ് അല്ല ഒക്കുപ്പൈ ചെയ്തത്, കുറച്ച് ഫർണിച്ചറുകൾ മാത്രമുള്ള 2 മുറി ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം താമസിച്ചത്. എന്ന് മാത്രമല്ല, ഈ പോപ്പായി അവരോധിച്ച് കഴിഞ്ഞ് നടത്തിയ സംഗീത നിശ പോലുള്ള പരിപാടികളിൽ ആബ്സെൻ്റ് ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹം പങ്കെടുത്തിട്ടേയില്ല. ആ കസേര ഒഴിഞ്ഞു കിടന്നു എന്നാണ് പത്രങ്ങൾ പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ രീതിയിലൊക്കെ ജീവിതത്തിലുടനീളം ലാളിത്യം സൂക്ഷിച്ചു. ഈ അവസാന നിമിഷവും സാധാരണഗതിയിൽ പോപ്പുമാരെ സംസ്കരിക്കുന്നത് ഓക്കിൻ്റെയും സൈപ്രസിൻ്റെയൊക്കെ തടി കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടികളിലാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണെന്നറിയോ? സാധാരണ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ശവപ്പെട്ടി മതി എന്നാണ്. പൊതുദർശനം വേണ്ട, എഴുതി വെച്ചു. പൊതുദർശനം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പൊതുദർശനം എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ എന്താ പറയുക, വന്നെത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണല്ലോ. അത് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ എല്ലാ പോപ്പുമാരെയും സംസ്കരിച്ച സ്ഥലമല്ല, ഒരു സാധാരണ ചെറിയ പള്ളിയാണ് അദ്ദേഹത്തിനെ സംസ്കരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ജീവിതത്തിലുടനീളം, പ്രവൃത്തിയിലും ജീവിതത്തിലും വാക്കിലും ആദർശത്തിലുമൊക്കെ അങ്ങേയറ്റം ലാളിത്യം സ്വന്തം ജീവിതം കൊണ്ട്, അല്ലേ, സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ കാറിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്.
മറ്റുള്ള ആർച്ച് ബിഷപ്പുമാരോടും കർദിനാൾമാരോടും അദ്ദേഹം നടത്തിയൊരു ഉപദേശമാണ്, വളരെ രസകരമായ ഉപദേശമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ജോലി തിരക്ക് കാരണം നിങ്ങൾക്ക് ധാരാളം കാറുകൾ ഉപയോഗിക്കേണ്ടി വരും, പക്ഷേ കഴിവതും നിങ്ങൾ ചെറിയ കാറ് വാങ്ങാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നുണ്ട്. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ളൊരു വാചകമാണ്. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ. ഒരുപക്ഷെ ഈസ്റ്ററിന് അന്നാണല്ലോ അദ്ദേഹം വിട്ടുപിരിയുന്നത്, അവിടുത്തെ റോമിലോ അല്ലേ, അവിടുത്തെ ഈസ്റ്റർ ആഘോഷങ്ങൾക്കിടയിലാണ്, അഥവാ ഈസ്റ്റർ ആചരണത്തിനിടയിലാണ്. നമ്മളെക്കാൾ കുറച്ചുകൂടി യോഗ്യരായിട്ടുള്ള ഒരു സമൂഹത്തിനിടയിൽ ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ പുനർജനിക്കുമായിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. അതെ അതെ. Meet the editors.